ഇന്ന് അമൃത വിശ്വവിദ്യാപീഠത്തിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. അമ്മയുടെ 72ാം പിറന്നാളാണ്. വലിയ ആഘോഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ജനം ടിവിയും ഇന്ന് പൂർണ്ണസമയം പുത്തൻപുലരി ഇതിനായി മാറ്റിവെക്കുകയാണ്. അമ്മയുടെ സവിധത്തിൽ അമൃതം ആനന്ദം അമ്മ. അപ്പോൾ പതിനായിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ പുലർച്ചെ മുതൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വരുമ്പോഴും മുഴുവൻ പേരും ഉണർന്നിരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം അവിടെ വേദിയിൽ നടക്കുന്നുണ്ടായിരുന്നു. നിരവധി പേർ ഒരു 12 മണിയാകുമ്പോഴും ഇവിടെ കുട്ടികളടക്കം ഇങ്ങനെ നിരന്നു നിൽപ്പാണ്. അമ്മയെ ഒന്ന് കാണണം, ആ സ്നേഹാലിംഗനം ഏറ്റുവാങ്ങണം. ഇപ്പോൾ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. ബ്രഹ്മചാരി വിശ്വനാഥ അമൃത ചൈതന്യ, സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അമ്മ 72 വയസ്സ്, ഒപ്പം 25 വർഷം പൂർത്തിയാക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ ആ മലയാള ചരിത്ര പ്രസംഗത്തിന്. ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അതെ, നമ്മളെല്ലാവരും കാത്തിരുന്ന അമ്മയുടെ പിറന്നാൾ വന്നു ചേർന്നിരിക്കുകയാണ്. അമൃതപുരി എല്ലാ രീതിയിലും ഒരുങ്ങി കഴിഞ്ഞു. ഇവിടെ അമ്മയുടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എല്ലാവരും സന്നിഹിതരായിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നല്ല ശുഭമുഹൂർത്തത്തോടുകൂടി 5 മണിക്കുള്ള ഗണപതി പൂജ ആശ്രമത്തിലെ 72 ബ്രഹ്മചാരിമാർ ഗണപതി ഹോമം നടത്തുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിജിയുടെ സത്സംഗം ആരംഭിക്കുകയാണ്. അമൃത സ്വരൂപാനന്ദപുരി സ്വാമിജിയുടെ 9 മണിക്ക് അമ്മ പ്രധാന വേദിയിലെത്തും. ഇപ്പോൾ നമ്മുടെ അമൃതവേദിയിലുള്ള അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ അമൃതപുരി ക്യാമ്പസിലാണ് ചടങ്ങുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഇനം അമ്മയുടെ പാദപൂജയാണ്. ഇപ്പോൾ ലോകത്തുള്ള ലക്ഷക്കണക്കിന് അമ്മയുടെ പാദപൂജയോടെയാണ് ഔദ്യോഗികമായി തുടക്കമാകുന്നത്. അല്ല, രാവിലെ ആദ്യത്തെ അമ്മ വേദിയിൽ 9 മണിക്ക് എത്തിച്ചേരും. ആദ്യത്തെ ഇനം പാദപൂജയാണ്. പാദപൂജ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തത്സമയം തന്നെ ഇത് സൽപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭാരതത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനവാസി ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ള അമ്മയുടെ മക്കൾ അമ്മയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് അമ്മ ജന്മദിന സന്ദേശം നൽകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ അമൃതവർഷം 72 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുക. ഈ അമ്മയുടെ മനസ്സ് എത്രമാത്രം വിശാലമാണ് എന്നതിന് തെളിവാണ് ഈ വനവാസി സമൂഹത്തെ ചേർത്ത് പിടിച്ച് തുടങ്ങുന്നു എന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അമ്മ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളിലുള്ള ഓരോ സ്ഥലത്ത് അമ്മ ഭാരതത്തിൽ യാത്ര ചെയ്യുമ്പോഴേ ഓരോ സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോഴും അവിടുത്തെ ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് ആൾക്കാർ അമ്മയെ വന്ന് ആദരിക്കുകയും അമ്മയോടൊപ്പം ചേർന്ന് കാണാറുണ്ട്. അവരിന്ന് അമൃതപുരിയിലെത്തി അമ്മയെ ആദരിക്കുവാണ്. അമ്മയോടൊപ്പം ചേർന്ന് രോഗശാന്തിക്കായി ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ അമൃത വിശ്വവിദ്യാപീഠത്തിന് മുന്നിലാണ്, അമ്മ വളർന്ന പരിസരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അമൃതപുരി ഏറ്റുവാങ്ങുന്നത്? അമ്മ അമ്മ 72 വർഷം എന്ന് പറയുമ്പോൾ അമ്മയുടെ ഈ ഓരോ മന്ത്രി പോലും അമ്മയെ പുലുകുന്ന ഇതാണ്. അതിൻ്റെ അമ്മ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം തന്നെ ഉൾക്കൊള്ളുന്നല്ല. രാഷ്ട്ര മതഭേദ എല്ലാത്തിനുപരിയായിട്ട് എല്ലാവരും ഒത്തുവരിക, എല്ലാവരിലും സ്നേഹം, എല്ലാവരെയും സേവിക്കുക എന്നുള്ള ഒരു മന്ത്രമാണ് അമ്മ മുന്നോട്ട് വയ്ക്കുന്നുള്ളത്. അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്രയോ നൂറുകണക്കിന് ദേശങ്ങളിലുള്ള അമ്മയുടെ മക്കൾ, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, അവർക്കൊക്കെ ഒരു വർഷം അവർ കാത്തിരിക്കുന്ന ഒരു ദിനമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നലെ തന്നെ അമ്മ ഇവിടെ നമ്മുടെ വേദിയിൽ ഇവിടെ എത്തി. ഇന്നലെ ഗാനസ്തുതി ഉണ്ടായിരുന്നു, ഭജനയുണ്ടായിരുന്നു. അമ്മ 1 മണിയോടുകൂടി തന്നെ ആ ദർശനങ്ങൾ പൂർത്തിയാക്കിയിട്ട് അമ്മ പോയത്. ഇന്ന് രാവിലെ 9 മണിക്ക് അമ്മ തിരിച്ച് വേദിയിൽ വന്ന് ഇന്നത്തെ ജന്മദിനം അമ്മയ്ക്ക് ജന്മദിനം എന്നുള്ളത് നമുക്ക് ഒരു ആഘോഷമാണ്. പക്ഷെ അമ്മയ്ക്ക് അത് അന്ന് അമ്മയുടെ മക്കളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അമ്മ എന്നും കാണാറുള്ളത്. അമ്മ ശരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമായിട്ടാണ് അമ്മ ശരിക്കും രാവിലെ 9 മണിക്ക് വന്നാൽ ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെ 9 മണി വരെ വേദിയിൽ നിന്ന് മാറാതെ ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്നതാണ് അമ്മയുടെ ഒരു രീതി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ മുഖ്യാതിഥി കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ JP നദ്ദയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഈ ജന്മദിനത്തിൽ അമ്മ കൂടുതലും ശ്രദ്ധിക്കുന്നത് അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സേവന പ്രവർത്തനങ്ങളാണ്, അതിൻ്റെ കാര്യപരിപാടികളായിരിക്കും ഇന്ന് ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നുണ്ടാവുക. പ്രത്യേകിച്ച് സൗജന്യ ശസ്ത്രക്രിയകൾ അമൃത ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊച്ചിയിലും ഫരീദാബാദിലുള്ള
നൂറുകണക്കിന് ശസ്ത്രക്രിയകൾക്കുള്ള അതിനുള്ള ഒരു ആരംഭം കുറിക്കുകയാണ്. അതുപോലെ തന്നെ അമൃതാനന്ദ മേഡത്തിന് കീഴിലുള്ള സ്വാശ്രയസംഘങ്ങൾക്കുള്ള സഹായ വിതരണം നടക്കും. പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായുള്ള 6000-ഓളം ഭവനങ്ങളിൽ ശൗചാലയ നിർമ്മാണം മഠം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പിന്നെ അതേപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന അമൃതകീർത്തി പുരസ്കാരം ശ്രീ PR നാഥന് ഇന്ന് കൈമാറുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ പോകുന്നു അമ്മയുടെ പരിധികളില്ലാത്ത. ഇപ്പോൾ ഒരു ലോകം ഒരു ഹൃദയം എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് ഈ ജന്മദിനത്തിൽ അമ്മ കൊടുക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സന്ദേശം, ആളുകളിലേക്ക് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു വിശാലതയുണ്ട് അതിനെക്കുറിച്ച് കൂടി. ശരിക്കും അമ്മ ഇന്ന് ലോകത്ത് മുന്നോട്ട് വയ്ക്കുന്ന അമ്മയുടെ സന്ദേശം എന്താണ്? എല്ലാവരും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇന്ന് പ്രത്യേകിച്ച് വിഭാഗതയും വ്യത്യസ്തകളും കോൺഫ്ലിക്ട്സും വയലൻസ് ഒക്കെ ഉള്ള ഇന്ന് സമൂഹത്തിൽ എവിടെയാണ് നമുക്ക് ശാന്തിയുള്ളത്, സമാധാനമുള്ളത്? അമ്മ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള രാഷ്ട്രപരിധികളില്ലാത്ത അതിനുപരിയായിട്ടുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള, അമ്മ മക്കളെ ഒന്ന് ചേർത്ത് നിൽക്കുന്ന ഒരു നമുക്കിന്ന് ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സന്ദേശമാണ് അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മുടെ ലോകത്തെ മുന്നോട്ട് വയ്ക്കുന്നുള്ളത്. അത് ഈ ഓരോ അമൃതവർഷങ്ങളിലും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളും ആ ഉറപ്പും, അത് എനിക്കൊന്ന് അത് നമ്മുടെ സമൂഹവും നമ്മുടെ സമാജത്തെ ഹൃദയത്തിൽ ചേർത്ത് നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. സ്വാമി, ഈ ചേർത്ത് പിടിക്കുമ്പോൾ പെറ്റമ്മയെ പോലെയാണ്. ഈ ആത്മീയത തേടിയെത്തുന്നവർക്ക് ഗുരുവിനെ പോലെയാണ്. ആകുലതകളുള്ളവർക്ക് മനസ്സാക്ഷി മരുന്നാണ് അമ്മ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ഉള്ള ഒരു സ്നേഹാലിംഗനമാണ് നമ്മളെപ്പോഴും കാണുന്നത്. അമ്മയെ കാണുമ്പോൾ തന്നെ അതൊരു ചേർത്ത് പിടിക്കലാണ്, ഒരു കുളിരാണ്. ശരിയാണ്. നമ്മുടെ മാനവ ചരിത്രത്തിൽ തന്നെ അമ്മയെപ്പോലുള്ള വേറെ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? ലോകത്തെ മുഴുവനും ഒരു ഭേദബോധ ചിന്തയില്ലാതെ എല്ലാവരും കൂടെ നിർത്തുക അപ്പോൾ അത് ഇന്ന് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ട് വ്യാകുലതയിലൂടെ കടന്നുപോയി. എല്ലാ രീതിയിലും ചില സമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ പാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. പക്ഷേ എല്ലാവരുടെയും മനസ്സ് ഇങ്ങ് ഉരുകയാണ് പ്രശ്നങ്ങളുടെ സങ്കീർണതയിൽ പെട്ടുകൊണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്കൊരു മനഃശാന്തി എവിടെ നിന്ന് ലഭിക്കും? അതിനുള്ളൊരു മാർഗമാണ് അമ്മ പകർന്നു നൽകുന്ന സമൂഹത്തിൽ. ഇന്നലെ വന്നപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എല്ലാവർക്കും തിരക്കാണ്, സർവ്വനേരവും. ഒന്ന് ഉറങ്ങുന്ന സമയം ഒഴിച്ച് മുഴുവൻ നേരവും തിരക്കാണ്. തിരക്കില്ലാത്ത സമയം എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുന്ന കാലമാണ്. പക്ഷേ ഇന്നലെ ഇവിടെ കാണുന്നത് അർദ്ധരാത്രിയായിട്ടും അമ്മയെ കാണാനുള്ള നീണ്ട നിരയാണ്. അപ്പോൾ അമ്മയെ കാണാനാണ് അവരുടെ തിരക്ക്. ശരി, അമ്മ എന്താണ് കൈമാറുന്നത്? അമ്മ അവരുടെ മനഃശാന്തിയാണ് നമ്മൾ കൈമാറുന്നത്. എന്ത് വിഷമത്തിലും സങ്കീർണമായ പ്രശ്നം കടന്നു പോകുമ്പോഴും ഒരു ഉറ്റു ശാന്തി, സമാധാനം, സ്നേഹം അത് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. അത് അമ്മേൻ്റെ ഒരു മകുടോദരം, അതിൻ്റെ ദൃഷ്ടാന്തമാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര മറ്റു രീതിയിലും ഒരു കൂലങ്കുഷമായി അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അപ്പം അമ്മയെ ഒരു കുഞ്ഞിന് കൈമാറുന്ന സ്നേഹം അത് നിഷ്കളങ്കമാണ്. അതിന് നമുക്കൊന്നും വില നിശ്ചയിക്കാൻ കഴിയില്ല. അതൊന്ന് സമൂഹത്തിൽ കുറേ അന്യം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ആ ഓർമ്മപ്പെടുത്തുന്ന നമ്മളിലുള്ള ആ സ്നേഹത്തെ, ആ ഒരു ഇതിൻ്റെ സന്തോഷത്തെ ഉണർത്തിയെടുക്കുക. അതുപോലെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ തന്നെ നമുക്കത് അനുഭവിക്കാൻ ആ അറിവ് നൽകുക, അറിവിനോടൊപ്പം തന്നെ അനുഭവം നൽകുക. അതുതന്നെയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ ഭക്തജനങ്ങളെയും മക്കളെയും അമ്മയിലേക്ക് ആകർഷിക്കുന്നത്. ശരിയാണ്. ഒരു മരം തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായി തരുന്നത് തണലാണ്. അത് തന്നെയാണ് ഈ അമ്മ തരുന്നത്. തണലെന്ന സ്നേഹമാണ്. ആ ചേർത്ത് പിടിക്കലിൽ അലിഞ്ഞു പോകാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. വളരെയധികം നന്ദി. ഈ പ്രഭാതത്തിൽ അമ്മയുടെ പിറന്നാളാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ പങ്കുവച്ചതിന് വളരെ സ്നേഹം സ്വാമി. സന്തോഷം. അപ്പോൾ ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യമാണ് നമുക്കൊപ്പം ചേർന്നത്. എന്താണ് അമ്മ എന്ന് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ഈ പ്രഭാതത്തിൽ ഇവിടെ എത്തിച്ചേരുന്നവരെല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ്: അമ്മയെ കാണുക, ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുക, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, അമ്മയോട് ഒരിക്കലും ഒരു ഭക്തൻ ചോദിച്ചു അത്രേ, അമ്മ എന്തിനാണ് എല്ലാവരെയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നത് എന്ന്. അപ്പോൾ അമ്മ ചോദിച്ചത്, നദിയോട് എന്തിനാണ് ഒഴുകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ ചോദ്യം എന്നുള്ളതാണ്. അത്രയും അനിവാര്യതയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതില്ലാതെ അമ്മയില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ആലിംഗനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട്. അത് കൊതിച്ചിട്ടാണ് ഇന്ന് ഇത്രയും ഭക്തര് ഓരോ ദിവസവും ഇവിടേക്ക് ഓടിയെത്തുന്നത് എന്ന് ഉറപ്പായി. അതായത് ഇന്ന് വന്നു പോകുന്നവർ അടുത്ത വർഷം അമ്മയെ കാണണമെന്ന ആഗ്രഹത്തിന്റെ തുടക്കമാണ്.